അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് വീണ്ടും ഒരു ഓഫർ നൽകിയിരിക്കുകയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. അനധികൃതമായി താമസിക്കുന്ന വിദേശികൾ സ്വയം നാടുവിടാൻ സന്നദ്ധമായാൽ സാമ്പത്തിക സഹായമായി $2,600, അതായത് ഏകദേശം 2.15 ലക്ഷം രൂപ നൽകുമെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രഖ്യാപനം. അനധികൃത കുടിയേറ്റക്കാരെ സ്വയം നാടുവിടാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഓഫർ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. $2,600 സാമ്പത്തിക സഹായത്തിന് പുറമെ ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റും ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ആകർഷിക്കുന്നതിനായി താജ്മഹൽ പോലുള്ള സാംസ്കാരിക ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യ പ്രചാരണമാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ ചൈന, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. എക്സിൽ പങ്കുവച്ച പരസ്യചിത്രങ്ങളിൽ ഒന്നിലാണ് താജ്മഹലിന്റെ ചിത്രവും അതിൽ ഫ്ലൈറ്റ് ടു ഇന്ത്യ ഫോർ ഫ്രീ എന്നും എഴുതിയിട്ടുള്ളത്. കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അഥവാ CBP ഹോം ആപ്പിൽ രജിസ്റ്റർ ചെയ്ത സ്വയം നാടുവിടാമെന്നും സൗജന്യ വിമാന ടിക്കറ്റും $2,600 നേടാമെന്നും ചിത്രത്തിലുണ്ട്. അമേരിക്കയിൽ ഒരു വശത്ത് കടുത്ത അനധികൃത കുടിയേറ്റ വിരുദ്ധ നടപടികൾ നടക്കുന്നതിനിടെയാണ് മറുവശത്ത് സ്വയം നാടുവിടാനുള്ള അവസരവും ഒരുക്കുന്നത്. നിർബന്ധിതമായി നാട് കടത്തുന്നതിനേക്കാൾ അന്തസ്സുള്ളതും ലാഭകരവുമായ മാർഗമാണിതെന്നാണ് സർക്കാർ വാദം. ഇതുവഴി നാടുകടത്തൽ നടപടികൾക്കായി ചെലവാകുന്ന വൻ തുക ലാഭിക്കാനും തടങ്കൽ കേന്ദ്രങ്ങളിലെ തിരക്ക് കുറയ്ക്കാനും സഹായിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ കരുതുന്നു. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന വിദേശികൾക്ക് സ്വന്തം രാജ്യത്തേക്കോ അല്ലെങ്കിൽ അവർക്ക് നിയമപരമായ പദവിയുള്ള മറ്റേതെങ്കിലും രാജ്യത്തേക്കോ മടങ്ങിപ്പോകുന്നതിനായി ചരിത്രപരമായ ഒരു അവസരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുപ്രകാരം CBP ഹോം മൊബൈൽ ആപ്പ് വഴി അപേക്ഷിക്കുന്നവർക്ക് സൗജന്യ യാത്ര, പിഴ എഴുതിത്തള്ളൽ കൂടാതെ മടക്കയാത്ര സുഗമമാക്കുന്നതിനായി $2,600 എക്സിറ്റ് ബോണസ് എന്നിവ ലഭിക്കും. അമേരിക്കയിൽ നിയമവിരുദ്ധമായാണ് കഴിയുന്നതെങ്കിൽ CBP ഹോം ആപ്പ് ഉപയോഗിച്ച് മടക്കയാത്രയുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കാനും സാമ്പത്തിക സഹായം സ്വീകരിക്കാനും അവസരമുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ പിഴ, അറസ്റ്റ്, നാടുകടത്തൽ എന്നിവയ്ക്ക് വിധേയരാവുകയും പിന്നീട് ഒരിക്കലും തിരികെ വരാൻ അനുവദിക്കപ്പെടുകയുമില്ല. നിങ്ങൾ ഈ രാജ്യത്ത് നിയമവിരുദ്ധമായാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ തന്നെ സ്വയം നാടുവിടാൻ തയ്യാറാവുക. ഭാവിയിൽ നിയമപരമായ ശരിയായ മാർഗത്തിലൂടെ തിരികെ വരാനുള്ള അവസരം ഇതിലൂടെ സംരക്ഷിക്കപ്പെടുമെന്നും അധികൃതർ അറിയിക്കുന്നു. ഇനി എങ്ങനെയാണ് സ്വയം നാടുവിടാൻ സന്നദ്ധത അറിയിക്കുന്നതെന്ന് നോക്കാം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത നിയമവിരുദ്ധ കുടിയേറ്റക്കാർ CBP ഹോം മൊബൈൽ ആപ്പ് വഴി രാജ്യം വിടാനുള്ള താല്പര്യം അറിയിക്കാം. പശ്ചാത്തല പരിശോധനകളിൽ വിജയിച്ചാൽ അവരുടെ നിശ്ചിത യാത്രാ തീയതി വരെ അവരെ തടഞ്ഞു വെക്കുന്നതിനോ നാട് കടത്തുന്നതിനോ ഉള്ള നടപടികളിൽ നിന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE അധികൃതരെ താൽക്കാലികമായി തടയും. ആപ്പ് വഴി സ്വയം മടങ്ങാൻ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യ യാത്രയും $2,600 എക്സിറ്റ് ബോണസും മുൻപ് രാജ്യം വിട്ടുപോകാത്തത് മൂലമുണ്ടായ പിഴകളിൽ നിന്നുള്ള ഒഴിവാക്കലും ലഭിക്കും. സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് കൃത്യസമയത്ത് മടങ്ങാനുള്ള ക്രമീകരണങ്ങൾ അധികൃതർ ചെയ്തു നൽകും. തങ്ങളുടെ മടക്കയാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ ഈ ആപ്പ് കുടിയേറ്റക്കാരെ സഹായിക്കും. ജോലി, പഠനം, മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾ എന്നിവ കൃത്യമായി അവസാനിപ്പിക്കാനും ക്രമബദ്ധവും നിയമപരവുമായ രീതിയിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനും ഇതിലൂടെ അവസരം ലഭിക്കും. അതിനിടെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ ചിത്രം ഉപയോഗിച്ച് പരസ്യം ചെയ്തത് അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയക്കാൻ ശ്രമിക്കുന്നത് ഗൗരവകരമായ ഒരു വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്.